മലയാളം പക്കയാ, ഫുൾ എ പ്ലസ്. പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് SSLC പരീക്ഷയുടെ ആദ്യ ദിവസമായിരുന്നു. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പ്രഥമ അധ്യാപകനും കൊട്ടാരക്കര മീഡിയയോട് പരീക്ഷാ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. പരീക്ഷ അത്യാവശ്യം എളുപ്പമായിരുന്നു. എല്ലാം എഴുതി നോക്കി, വലിയ പാടില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മലയാളമായിരുന്നു, ഇല്ലായിരുന്നു. നല്ല അടിപൊളി പരീക്ഷയായിരുന്നു. നല്ല രീതിയിൽ എഴുതാനൊക്കെ പറ്റി. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നിൽക്കുന്ന സാറുമാരും വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിലായിരുന്നു. മലയാളം പക്കയാ, ഫുൾ എ പ്ലസ്. ഇനി 5-ാം തീയതി പരീക്ഷ എളുപ്പമായിരുന്നു, നന്നായിട്ട് എഴുതി, നല്ലതുപോലെ എഴുതാൻ പറ്റി. എൻ്റെ പേര് ആദിലക്ഷ്മി AS. ഇന്ന് മലയാളം ഫസ്റ്റ്. സമയത്തിനെല്ലാം എഴുതി തീർക്കാൻ പറ്റി. ഞങ്ങളിവിടെ കൊട്ടാരക്കര ബോയ്സിൽ പഠിക്കുന്നതാണ്. അപ്പം പരീക്ഷ ആദ്യമേ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ വന്നപ്പം വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം അറിയാവുന്നതാകുമ്പം ആ ഒരു രീതിക്ക് എഴുതാൻ പറ്റി. പിന്നെ മലയാളം കൊണ്ട് സമയത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാം നല്ലോണം തന്നെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇനി ഇംഗ്ലീഷാണ് മറ്റന്നാൾ. അത് എന്നോട് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ടൈമൊക്കെ കറക്റ്റായിരുന്നു. എല്ലാം ആദ്യമേ അങ്ങനെ ഒരു രീതിക്ക് എഴുതാൻ പറ്റിയതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. 2025 മാർച്ച് മാസത്തെ SSLC +2 പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുകയാണ്. SLC പരീക്ഷ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 156 കുട്ടികളാണ് ഈ വർഷം SLC പരീക്ഷ എഴുതുന്നത്. ഇതിൽ 108 പെൺകുട്ടികളും 38 ആൺകുട്ടികളും ഉൾപ്പെടുന്നു. 37 SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. മാത്രമല്ല 4 കുട്ടികൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ പരീക്ഷ എഴുതുന്നതിനുള്ള എല്ലാ സഹായങ്ങളും സ്ക്രൈബിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളനുസരിച്ച് ഇൻവിജിലേറ്റർമാർക്കുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയരഹിതമായി പരീക്ഷ എഴുതാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സ്കൂളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ടെൻഷനില്ലാതെ തന്നെ കുട്ടികൾ പരീക്ഷയെ അഭിമുഖീകരിക്കും എന്ന് വിചാരിക്കുകയാണ്. നല്ല ഒരു റിസൾട്ട് എക്കാലത്തെയും പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഈ വർഷവും ഉണ്ടാകും. അതിനുവേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും കുട്ടികൾക്കുള്ള കൃത്യമായ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. കുട്ടികൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളിലും അധ്യാപകരിലും ഒക്കെ ആത്മവിശ്വാസമുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.